ഹായ് ഗഡേസ്. അപ്പോൾ ഒരുപാട് സമയമായി ഞാൻ യൂട്യൂബിൽ വന്നിട്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യാൻ പോണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ മുരിങ്ങലിന് ഇപ്പോൾ നമുക്കൊരു മുരിങ്ങലും പരിപ്പ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് വേഗം ഒരു കറി ഉണ്ടാക്കാം. ഓക്കെ, നമുക്കിങ്ങനെ മുരിങ്ങല നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമുക്ക് പരിപ്പിടാം. കഴുകി വെച്ച പരിപ്പാണ്. അപ്പോൾ ഞാൻ മുരിങ്ങല നന്നാക്കി വെച്ചിട്ടുണ്ട്. സംഭവം ഇതൊരു ഇത്തിരി പാടാ നന്നാക്കാൻ. അതുകൊണ്ട് ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോൾ ആരും കുക്ക് ചെയ്യില്ല തോന്നുന്നു. ഈ ഒരു ബുദ്ധിമുട്ട്, നന്നാക്കണ ബുദ്ധിമുട്ട് കാരണമുണ്ട്. ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡല്ല ഇത്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പരിപ്പടപ്പത്തുണ്ട്, മുരിങ്ങല നന്നാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പരിപ്പ് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി വലുത്, 2 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്ത് അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് കഴുകി വെച്ച മുരിങ്ങയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങല വെന്തുണ്ട്. നമുക്കിത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് അടുത്ത പരിപാടി ചെറുതായിട്ടൊന്ന് കാച്ചാം. കടുക് വറക്കാം. പരിപ്പും മുരിങ്ങല വെന്തുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി ഒട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് കടുക്, കുറച്ച് ജീരകം, ഒരു സവാളയും ഒരു അല്ലി വെളുത്തുള്ളി നമ്മൾ ചോപ്പ് ചെയ്ത് കൊടുക്കും. ഒരു അല്ലി വെളുത്തുള്ളി, ഒരു സവാള ചെറിയത് അപ്പോൾ ചോപ്പ് ചെയ്ത് നല്ലപോലെ ഒന്ന് മൂപ്പിക്കാം.
ഒരു ഗോൾഡൻ കളറായിട്ട് നമ്മുടെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി. അപ്പോൾ നമ്മുടെ പരിപ്പും മുരിങ്ങയില കൊണ്ടൊരു കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു പിന്നൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ഗഡീസ്, ബൈ.